ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശരീരത്തെയോ ബാഹ്യവസ്തുക്കളെയോ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിത സുഖം. യഥാർത്ഥ സുഖം മനസ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മനസ്സിനെ നിയന്ത്രണത്തിൽ നിർത്തുവാൻ കഴിഞ്ഞാൽ സകലതും നമ്മുടെ കൈകളിൽ ഒതുങ്ങും. മനസ്സിനെ അധീനതയിൽ നിർത്തുവാനുള്ള വിദ്യയാണ് ശരിയായ വിദ്യ. അതാണ് ആധ്യാത്മിക വിദ്യ. ഈ വിദ്യ അഭ്യസിച്ചാൽ മാത്രമേ നാം നേടിയ മറ്റു വിദ്യകൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ കഴിയൂ. പണ്ട് മിക്ക കുടുംബങ്ങളിലും 10-12 അംഗങ്ങളുണ്ടാകും. എങ്കിലും പരസ്പരം എത്ര ഐക്യത്തോടും സ്നേഹത്തോടും ആണ് അവർ കഴിഞ്ഞിരുന്നത്. അവിടെ ശാന്തി ഉണ്ടായിരുന്നു. കാരണം ആത്മീയ അന്തരീക്ഷമുണ്ടായിരുന്നു. ജീവിതം എന്തെന്നും എന്തിനു വേണ്ടിയെന്നും അവർക്കറിയാമായിരുന്നു. ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിച്ചു. ഇന്ന് അതൊക്കെ മുത്തശ്ശിക്കഥകൾ മാത്രം. ഇന്നൊരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 3 പേരും 3 ദ്വീപുകളിൽ കഴിയുന്നത് പോലെയാണ് ജീവിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ രീതി, ഇഷ്ടം, തമ്മിൽ യാതൊരു യോജിപ്പുമില്ല. ചെറുപ്പക്കാർക്ക് ശരിയായ മാർഗം പറഞ്ഞു കൊടുക്കാതെ പലരും അവരുടെ മനസ്സിനെ വഴിതെറ്റിക്കുകയാണ്. ചിലർ ചോദിക്കും, വിശക്കുന്നവന് മതം ഭക്ഷണമല്ലല്ലോ എന്ന്. ശരിയാണ്. പക്ഷേ സുഖമായി ഭക്ഷണം കഴിച്ച് AC മുറിയിൽ വിശ്രമിക്കുന്നവർക്കും കാറും ബംഗ്ലാവും ഒക്കെ ഉള്ളവരും ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാണ്? സുഖ സൗകര്യങ്ങളില്ലാത്തതിനാലാണോ? അപ്പോൾ സുഖം ഈ ബാഹ്യവസ്തുക്കളിലൊന്നുമല്ല, മനസ്സിലാണ്. മനസ്സിൻ്റെ ശാന്തിയാണ് സുഖം. അതിനുള്ള മാർഗമാണ് ആത്മീയത. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.